രാജ്യത്തെ സംഘപരിവാറിന് നാളിതുവരെ വേറുറക്കാത്ത മണ്ണാണ് തമിഴ്നാട്. ഇവിടെ നാടിന് തീക്കൊളുത്തി വർഗീയ രാഷ്ട്രീയത്തിന്റെ വഴി തുറക്കാനാണ് സംഘപരിവാർ ശ്രമം. ഈ താല്പര്യത്തിന്റെ പുറത്താണ് തിരുപ്പറക്കുണ്ട്രം കാർത്തിക ദീപം കൊളുത്തൽ വിവാദം ആളിക്കത്തിക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കാനുള്ള നീക്കം ശക്തമായി നേരിടുന്ന DMK സർക്കാരിന് ഇന്ത്യ സഖ്യകക്ഷികൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ അയോധ്യക്ക് സമാനമായ നിലയിലാണ് സംഘപരിവാർ ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇന്ത്യയിൽ ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെയും ന്യൂനപക്ഷ അവകാശങ്ങളുടെയും താഴികക്കുടങ്ങൾ മണ്ണോട് ചേർക്കപ്പെട്ടിട്ട് ഡിസംബർ 6-ന് 33 വർഷം പൂർത്തിയാവുകയാണെന്ന് മറക്കരുത്. തിരുപ്പറക്കുണ്ട്രം കുന്നുകളിലായാണ് മുരുകന്റെ 6 പടൈ വീടുകളിലൊന്നായ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും സുൽത്താൻ സിക്കന്ദർ ഔലിയ ദർഗയും സ്ഥിതി ചെയ്യുന്നത്. കാർത്തിക ദീപ മഹോത്സവത്തോടനുബന്ധിച്ച് 100 വർഷത്തിലേറെയായി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഉച്ചിപ്പിള്ളയാർ കോവിലിലെ സ്തംഭത്തിലാണ് കാർത്തിക ദീപം തെളിയിച്ചിരുന്നത്. ഇതുതന്നെയാണ് കന്നിമൊഴി ഉൾപ്പെടെയുള്ളവർക്ക് പറയാനുള്ളത്. എന്നാൽ കഴിഞ്ഞ കുറെ കാലമായി തൊട്ടടുത്ത കുന്നിനു മുകളിലുള്ള ദർഗക്ക് സമീപമുള്ള ദീപത്തൂൺ എന്ന് വിളിക്കുന്ന സ്തംഭത്തിൽ വിളക്ക് കൊളുത്തണമെന്നാണ് സംഘപരിവാറിന്റെ ആവശ്യം. 2014 മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെ തുടർന്നാണ് ക്ഷേത്ര ദർഗ കമ്മിറ്റികൾ പ്രവർത്തിച്ചിരുന്നത്. ദർഗക്ക് സമീപത്തുള്ള സ്തംഭത്തിൽ കാർത്തിക ദീപം തെളിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു മക്കൾ കക്ഷി നേതാവായ രാമരവികുമാർ മധുര ഹൈക്കോടതിയിലെ ജസ്റ്റിസ് GR സ്വാമിനാഥന്റെ ബെഞ്ചിൽ ഹർജി സമർപ്പിച്ചതോടെയാണ് പുതിയ വിവാദമുണ്ടായത്. ജസ്റ്റിസ് GR സ്വാമിനാഥൻ തിരുപ്പറക്കുണ്ട്രം സന്ദർശിച്ച് ഹർജിക്കാരന് അനുകൂലമായി ഉത്തരവ് പുറപ്പെടുവിച്ചു. ദർഗക്ക് സമീപമുള്ള സ്തംഭത്തിൽ ഹർജിക്കാരൻ ഉൾപ്പെടെയുള്ള സംഘത്തിന് കാർത്തിക ദീപം കൊളുത്താനാണ് അനുമതി നൽകിയത്. ഇവർക്ക് മധുര സിറ്റി പോലീസ് കമ്മീഷണർ സുരക്ഷ ഒരുക്കണമെന്നും നിർദ്ദേശിച്ചു. എന്നാൽ പോലീസ് തടഞ്ഞതോടെ സംഘപരിവാർ പ്രവർത്തകർ ബാരിക്കേഡുകൾ തകർത്ത് അതിക്രമിച്ചു കയറി സംഘർഷത്തിൽ പോലീസുകാർക്ക് പരിക്കേറ്റു. ഉത്തരവ് നടപ്പാക്കാനാവാത്തതിനാൽ അടുത്ത ദിവസം സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിയിന്മേൽ ദർഗക്കടുത്ത സ്തംഭത്തിൽ ദീപം കൊളുത്തുന്നതിന് രാമരവികുമാറിന്റെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘത്തിന് അനുമതി നൽകിയ കോടതി മധുര ഹൈക്കോടതി ബെഞ്ചിന്റെ നിയന്ത്രണത്തിലുള്ള CISF വിങ്ങിനോട് അകമ്പടി പോകാനും ഉത്തരവിട്ടു. ഇതേ തുടർന്നാണ് BJP, ഹിന്ദു മക്കൾ കക്ഷി, ഹനുമാൻ സേന, ഹിന്ദു മുന്നണി, ഹിന്ദു തമിഴർ കക്ഷി തുടങ്ങിയ സംഘടനകളിലെ 100 കണക്കിന് പ്രവർത്തകർ 60ഓളം CSF ഭടന്മാരും ഒന്നിച്ച് സിക്കന്ദർ മലയിലേക്ക് ദീപം തെളിയിക്കൽ മാർച്ച് സംഘടിപ്പിച്ചത്. ഈ വിഷയം ലോക്സഭയിലും ചർച്ചയായി. നടപടികൾ സ്തംഭിപ്പിച്ച് DMK അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. തമിഴ്നാട്ടിൽ പ്രത്യേക പാർട്ടി വർഗീയ കലാപത്തിന് വഴിയൊരുക്കുകയാണെന്ന് BJPയെ ഉന്നം വെച്ച് TR ബാലു പറഞ്ഞു. ദീപം തെളിയിക്കാൻ അനുവദിച്ച ജഡ്ജി താൻ പ്രത്യയശാസ്ത്രത്തോട് കൂറുപുലർത്തുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ബാലു വ്യക്തമാക്കി. കുന്നിൻ മുകളിൽ ദീപം തെളിയിക്കേണ്ടത് ഹിന്ദു മത എൻഡോമെന്റ് ബോർഡ് പ്രതിനിധിയാണോ അതോ മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയിൽ നിന്ന് വിധി ലഭിച്ച ചില അക്രമികളാണോ എന്നും ബാലു ചോദിച്ചു. രാജ്യത്തെ മതേതരത്വം തകർത്ത് തരിപ്പണമാക്കിയാലും അധികാരത്തിലേറിയാൽ മതി എന്ന സംഘപരിവാർ ചിന്ത ഈ നാടിന്റെ നന്മക്ക് തീ കൊളുത്തുക തന്നെയാണ്.